ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പലസ്തീൻ വിഷയത്തിൽ തത്വാധിഷ്ഠിത നിലപാടാണ് ഇന്ത്യയുടേതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റിയാദിൽ ഇന്ത്യ GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. The current situation in Gaza is now understandably our foremost concern. India's position in this regard has been principled and consistent. While we condemn acts of terrorism and hostage-taking, we are deeply pained by the continuing death of innocent civilians. ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നിരപരാധികൾ ബന്ദികളാക്കപ്പെടുന്നതിനും കൊല ചെയ്യപ്പെടുന്നതിനും എതിരെയുള്ള നിലപാടാണ് ഇന്ത്യയുടേത്. ദ്വിരാഷ്ട്ര ഫോർമുല വഴി പ്രശ്നം പരിഹരിക്കുവാനും കഴിയുന്നതും വേഗത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുവാനുമുള്ള നീക്കത്തെ ഇന്ത്യ പിന്തുണക്കുന്നതായും മന്ത്രി അറിയിച്ചു. ഇന്ത്യയും GCC രാഷ്ട്രങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം മുതലായ മേഖലകളിലുള്ള പങ്കാളിത്തം ഇരു വിഭാഗങ്ങൾക്കും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് സഹായകമാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. 2024-28 കാലയളവിൽ ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിൽ ആരോഗ്യ പരിശീലനം, വ്യാപാരം, സുരക്ഷ, കാർഷികം, ഭക്ഷ്യസുരക്ഷ, ഗതാഗതം, ഊർജം, സംസ്കാരം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സംയുക്ത പ്രവർത്തന പദ്ധതിക്ക് യോഗത്തിൽ അംഗീകാരം നൽകി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി, സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ, ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദി, കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി ഇൽ യഹിയ, ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി എന്നിവരുമായും മന്ത്രി ജയശങ്കർ ചർച്ചകൾ നടത്തി. ഗൾഫ് സഹകരണ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ 161ാമത്തെ യോഗമാണ് തിങ്കളാഴ്ച റിയാദിൽ നടന്നത്. ഇത്തരമൊരു യോഗത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേര എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയുമായി റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിലിന്റെ പ്രഥമ വിദേശകാര്യ മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാനാണ് എസ് ജയശങ്കർ സൗദിയിലെത്തിയത്. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. ഓണത്തിന് പ്രത്യേക ഓഫറുകളുമായി എയർ ഇന്ത്യ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റ് നിരക്കിലാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് 315 ദിർഹമാണ് നിരക്ക്. റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 880 ദിർഹം നൽകിയാൽ മതി. അതേസമയം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 14,100 രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 25,955 രൂപയാണ് നൽകേണ്ടത്. ഈ മാസം 29 വരെയാണ് ഇളവ് ലഭിക്കുക. വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദുബായ് കോടതിയുടെ വിധി. മലപ്പുറം സ്വദേശി ഷിഫിനാണ് നഷ്ടപരിഹാരം ലഭിക്കുക. 2022 മാർച്ച് 26 നടന്ന അപകടമാണ് കേസിന് ആധാരം. അലൈനിലെ സൂപ്പർ മാർക്കറ്റിൽ ഡെലിവറി ബോയായി ജോലി ചെയ്യുകയായിരുന്ന മലപ്പുറം കൂരാട് സ്വദേശി ഷിഫിന് 2022 മാർച്ച് 26 അപകടം സംഭവിച്ചത്. കടയിൽ നിന്ന് ഡെലിവറിക്കായി പോകുന്നതിനിടെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഷിഫിനെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷിഫിനെ അലൈനിലെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിലും തലച്ചോറിനേറ്റ പരിക്ക് ഷിഫിന്റെ 10ഓളം അവയവങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു. പിന്നീട് അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിലും കേരളത്തിലും എത്തിച്ചും ചികിത്സ തുടരുകയാണ്. ഇതിനിടയിലാണ് അപകടത്തിന്റെ കേസ് ഷാർജ ആസ്ഥാനമായ ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് ഏറ്റെടുത്തത്. ഇതിലാണ് ചരിത്രപരമായ വിധി വന്നിരിക്കുന്നത്. ഷെരീഫ് അൽവർദയുടെ മേൽനോട്ടത്തിൽ UAE അഡ്വക്കേറ്റുമാരായ ഹസൻ അജൂർ അൽ മുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് ഇൻഷുറൻസ് അതോറിറ്റി മുതൽ വിവിധ കോടതികളിൽ നടന്ന കേസുകൾക്ക് വിവിധ ഘട്ടങ്ങളിൽ ഹാജരായത്. കേസിന്റെ പ്രത്യേകത ഇത് ഒരു മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ UAE ആക്സിഡന്റ് കോമ്പൻസേഷൻ ആണെന്നുള്ളതാണ്. നേരത്തെ നമ്മൾക്കുണ്ടായിരുന്നത് ഇന്ത്യക്കാരന് കിട്ടിയതായിരുന്നു. ഇപ്പോൾ മലയാളിക്ക് തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ, ഈ ആളുകളുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്തതോടൊപ്പം തന്നെ ഇവർ എന്ത് തന്നെ UAE ഒരു നിവാസി എന്നുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ട്. UAE വന്ന ഒരാൾക്ക് ഉണ്ടാവാവുന്ന ഇത്തരം ആഘാതങ്ങൾക്ക് മറ്റ് UAE-ക്കാരെ പോലെ തന്നെ അവരും അവകാശികളാണെന്നുള്ള ആ ഒരു നിയമത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദുബായ് കോടതി വിധിയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും തുക ലഭിച്ചത് ഷിഫിന്റെ തുടർ ചികിത്സയ്ക്ക് വലിയ സഹായമായെന്നും മാതാപിതാക്കളും പറഞ്ഞു. അവനെന്താ ചികിത്സ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. ദൈവം തമ്പുരാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവിടുത്തെ പലതും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ വലിയവർക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ തുടർ ചികിത്സയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ഇത്രയും ബെറ്ററാണെന്നാണ് പറഞ്ഞത്. 24 ദുബായ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിറിലോയിനിലെ മലയാളി അസോസിയേഷൻ സിൽമ വയനാട് മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് സഹായധനം കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,12,000 രൂപയാണ് നൽകിയത്. ചുങ്കക്കുന്ന് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ സിൽമ മെമ്പർ ബിബിൻ നരിമറ്റം, പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം എന്നിവരാണ് സണ്ണി ജോസഫ് MLAക്ക് ചെക്ക് കൈമാറിയത്. ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈദരാബാദ് ഹൌസിലായിരുന്നു ചർച്ച. ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കിരീടാവകാശി എന്ന നിലയ്ക്ക് ഷെയ്ഖ് ഖാലിദിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ മുംബൈയിലെത്തുന്ന അബുദാബി കിരീടാവകാശി ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായികൾ പങ്കെടുക്കുന്ന ബിസിനസ് ഫോറത്തിൽ സംസാരിക്കും. 15 വയസ്സിന്റെ നിറവിൽ ദുബായ് മെട്രോ. ദുബായിയുടെ നിത്യജീവിതത്തിൽ ഇന്ന് മെട്രോ അവിഭാജ്യ ഘടകമാണ്. 7 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഓരോ ദിവസവും മെട്രോ ഉപയോഗിക്കുന്നത്. സെപ്റ്റംബർ 9 അറബ് ലോകത്ത് ആദ്യമായി ഡ്രൈവറില്ല മെട്രോ ശൃംഖല നടപ്പാക്കിയാണ് ദുബായ് ലോകത്തെ വിസ്മയിപ്പിച്ചത്. ആ കുതിപ്പിന് 15 വർഷങ്ങൾ തികയുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന ഇച്ഛാശക്തിയുള്ള ദുബായ് ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന്റെ വിജയം കൂടിയാണ് ദുബായ് മെട്രോയുടെ ഈ വിജയക്കുതിപ്പ്. സമയനിഷ്ഠ, വൃത്തി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനം എന്നിവയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ന് ദുബായിയുടെ സ്വന്തം മെട്രോ. 15 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങിയ ശേഷം ഇതുവരെയായി 2.4 ബില്യൺ യാത്രക്കാരാണ് ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തത്. ഇന്ന് ദിവസവും 7 ലക്ഷത്തിലധികം ആളുകളാണ് മെട്രോയിലൂടെ യാത്ര ചെയ്യുന്നത്. The next station is Emirates Towers. നിലവിൽ റെഡ്, ഗ്രീൻ പാതകളിലായി 90 കിലോമീറ്ററാണ് മെട്രോയുടെ ദൂരപരിധി. ആകെ 53 സ്റ്റേഷനുകളും 129 ട്രെയിനുകളുമാണ് ദുബായ് മെട്രോയ്ക്കുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മെട്രോയുടെ ബ്ലൂ ലൈൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. Doors closing. 24 ദുബായ്. ഓസ്ട്രേലിയയിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച അഡ്ലൈഡ് മെട്രോപൊളിറ്റൻ മലയാളി അസോസിയേഷൻ ഗാഥ ഡാൻസ് സ്റ്റുഡിയോയുടെ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. 3 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 30 കലാകാരികൾ അണിനിരുന്ന കേരള തനിമ ഉണർത്തുന്ന അതിമനോഹരമായ നൃത്തശില്പമാണ് കൊറിയോഗ്രാഫറായ ഗാഥ സനിൽ ഓസ്ട്രേലിയയിലെ മലയാളികൾക്കായി അണിയിച്ചൊരുക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഓസ്ട്രേലിയയിലെ അഡിലെയ്ഡിലെ താമസക്കാരിയാണ് ഗാഥ. വിഭിന്ന സർഗശേഷിയുള്ള നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചിട്ടുള്ള ഗാഥ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കളരി, നാടൻ കാർഷിക നൃത്തം എന്നീ നൃത്ത ഇനങ്ങൾ കോർത്തിണക്കിയ അതിമനോഹരമായ നൃത്തശില്പമാണ് ഇക്കുറി കാഴ്ചവെച്ചത്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലങ്കയണിയാൻ കഴിയാതെ പോയവർ, തിരക്കുപിടിച്ച് ജീവിത പശ്ചാത്തലത്തിൽ കല മാറ്റിവെക്കേണ്ടി വന്നവർ, അങ്ങനെ ബാല്യത്തിൽ നഷ്ടപ്പെട്ട ഒരു കൂട്ടം സ്വപ്നങ്ങളെ കോർത്തിണക്കാൻ തിരക്കുപിടിച്ച ജീവിത പശ്ചാത്തലത്തിലും സമയം കണ്ടെത്തിയ നിരവധി അമ്മമാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം കൂടിയായിരുന്നു ഈ നൃത്താവിഷ്കാരം. ഇതുവരെ ഒരു ചുവട് പോലും വയ്ക്കാത്തവർ വേദിയിൽ കരഘോഷങ്ങൾ ഏറ്റുവാങ്ങി. 24 USA. AKMGയുടെ 45ാമത് വാർഷിക കൺവെൻഷന് വേദിയായി അമേരിക്ക. കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ നടന്ന ആഘോഷങ്ങളിൽ 30ഓളം ഡോക്ടേഴ്സ് ചേർന്ന് അവതരിപ്പിച്ച നൃത്തനാടകം ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ആഘോഷവേദികളിലെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇക്കുറി AKMGയുടെ കൺവെൻഷൻ ആഘോഷങ്ങൾ. അതിൽ ഏറ്റവും വേറിട്ട് നിന്നത് 30ഓളം ഡോക്ടർമാർ ചേർന്ന് അവതരിപ്പിച്ച യവ എന്ന നൃത്ത നാടക രൂപമായിരുന്നു. AKMGയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു നൃത്തരൂപം വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. തികച്ചും വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും സംവിധാന മികവ് കൊണ്ടും നൃത്താവിഷ്കാരത്തിലെ ചാരുത കൊണ്ടും യവ കാണികളുടെ കയ്യടികൾ ഏറ്റുവാങ്ങി. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നേരം മുതൽ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് വരെയുള്ള ജനനത്തിന്റെ മനോഹരമായ ഓരോ തലങ്ങളും
രഞ്ജിത്ത് പിള്ളയുടെ സംവിധാനത്തിൽ സിനിമാ താരം ദിവ്യ ഉണ്ണിയുടെ കൊറിയോഗ്രാഫിയിൽ നർത്തകിമാരായ ഡോക്ടർമാർ കാഴ്ചയുടെ നവ്യ അനുഭവമാക്കി മാറ്റി. പ്രശസ്ത ഗാനരചയിതാവ് സന്തോഷ് വർമ്മ അണിയിച്ചൊരുക്കിയ ഗാനങ്ങൾ എവയുടെ മാറ്റുകൂട്ടി. വിപുലമായ പരിപാടികളോടെ പര്യവസാനിച്ച AKMGയുടെ അടുത്ത വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് ഫ്ലോറിഡ വേദിയാകും. 24 USA. ഇന്ത്യയിലെ ഏറ്റവും വലിയ നബി കീർത്തന സംഗമം കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ പള്ളിയിൽ നടന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി 10,000-കണക്കിന് വിശ്വാസികളാണ് സംഗമത്തിനെത്തിയത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഗ് ഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മർക്കസ് ഡയറക്ടർ C മുഹമ്മദ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, MLA മാരായ PT റഹീം, T സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. കടുപ്പിച്ച് CPI. ADGP RSS വിവാദ കൂടിക്കാഴ്ചയിൽ ഇടപെട്ട് CPI ദേശീയ നേതൃത്വം. CPI സംസ്ഥാന ഘടകത്തോട് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടി. കൂടിക്കാഴ്ച ഗൗരവമുള്ള വിഷയമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24നോട് പറഞ്ഞു. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമാണെന്നോ എന്നതടക്കം വ്യക്തമാക്കണമെന്നും സർക്കാരിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്നും D രാജ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഘട്ടത്തിലാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. എന്തടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D രാജ. It is a serious matter. It is in public domain everywhere, not only in Kerala, across the country, how such a meeting could take place. വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാത്തിരിക്കുന്നുവെന്നും രാജ. Let us wait and see how the government is going to react and what is going to be the outcome of any investigation, what is going to be the consequences. We will study the matter. തൃശൂരിലെ പരാജയത്തിന് ഈ കൂടിക്കാഴ്ച കാരണമായോ എന്നതടക്കം പരിശോധിക്കുമെന്നും D രാജ വ്യക്തമാക്കി. ADGP RSS കൂടിക്കാഴ്ചയെ ഏറെ ഗൗരവത്തോടെയാണ് CPI കേന്ദ്ര നേതൃത്വം കാണുന്നത്. സർക്കാരിന്റെ പ്രതികരണത്തിനായി കാക്കുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി മൗനം വെടിയണം എന്ന് തന്നെയാണ് CPI കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയെ പിന്തുണച്ച നിയമസഭാ സ്പീക്കർ AN ഷംസീർ. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് RSS എന്നും കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ട എന്നുമാണ് AN ഷംസീർ പറഞ്ഞത്. RSSനെ കുറിച്ചുള്ള സ്പീക്കറുടെ പരാമർശം മന്ത്രി MP രാജേഷ് തള്ളി. ADGP RSS കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ പുറത്തുവന്നാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും പിന്തുണച്ചെത്തുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാക്കളെ ADGP കണ്ടതിനെ ഗൗരവമായി എടുക്കേണ്ടെന്നും കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും സ്പീക്കർ. അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. പരാമർശം വിവാദമായതോടെ RSS നിരോധനം നേരിട്ടിട്ടുള്ള സംഘടനയാണെന്ന മന്ത്രി MP രാജേഷിന്റെ ഓർമ്മപ്പെടുത്തൽ. RSSനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ്. കൂടിക്കാഴ്ചയെ തുറന്നെതിർത്താൽ MR അജിത് കുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യം സർക്കാരിന് നേരിടേണ്ടി വരും. ന്യായീകരിച്ചാൽ RSSനോടുള്ള CPIM നിലപാട് ചോദ്യം ചെയ്യപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ADGP ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചു പോയ ഒരു കേസല്ല ഇത്. അദ്ദേഹം ഏത് നേതാവിനെ കണ്ടു എന്നുള്ളതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പരിശോധിക്കണം. മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും സർക്കാരിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാണ്. കൂടിക്കാഴ്ച സാധാരണ രീതിയെന്ന KN ബാലഗോപാൽ. പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുമെന്ന് PA മുഹമ്മദ് റിയാസും പറഞ്ഞു. നിലപാടെടുക്കാൻ CPIM പ്രയാസപ്പെടുമ്പോൾ കൂടിക്കാഴ്ച വിവാദത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷം. രാംമാധവനെ കാണാൻ പോയപ്പോ ADGP കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവം. കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി ഇനിയും പ്രതികരിച്ചിട്ടില്ല. വിവാദം കൂടുതൽ മുറുകുമ്പോൾ സർക്കാർ നീക്കം എന്തെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക് 24.
പൂരം വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്ന് CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ്. പൂരം അലങ്കോലപ്പെടുത്തിയതിലെ ഗൂഢാലോചന പുറത്തുവരണം. ADGP RSS കൂടിക്കാഴ്ചയിലെ വസ്തുതകൾ അറിയണമെന്നും ആവശ്യം. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തൃശൂരിൽ LDF ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ദത്താത്രേയ ഹൊസബാളയെയും രാം മാധവനെയും MR അജിത് കുമാർ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിൽ. രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ADGPയുടെ കൂടിക്കാഴ്ചകൾ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ ADGP MR അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-ന്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-ന്. അതായത് ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 10 ദിവസത്തിനു ശേഷം. ബിസിനസ് സുഹൃത്തുക്കളടക്കമുള്ളവർ റാം മാധവുമായുള്ള 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളിലൊരാൾ കണ്ണൂർ സ്വദേശിയെന്നാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. DGP നേരിട്ടാവും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തെക്കാൾ മുൻപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കും. സ്വകാര്യ സന്ദർശനമെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് റാം മാധവ് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് RSS വിശദീകരിക്കുമെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും V മുരളീധരന്റെ വിമർശനം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006-ൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? ശബരിമലയിൽ ADGP MR അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം. MR അജിത് കുമാർ ADGP സ്ഥാനത്ത് തുടരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി PV അൻവർ MLA. MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു. സർക്കാർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ADGP MR അജിത് കുമാറും SP സുജിത് ദാസും അടങ്ങുന്ന സംഘത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. രാഷ്ട്രീയമായ അട്ടിമറിക്ക് സംഘം കൂട്ടുനിന്നു. ATSന്റെ മറവിൽ വ്യാപകമായി ഫോൺ ചോർത്തി തുടങ്ങിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തി ഇപ്പോഴത്തെ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് പരിശോധിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിന്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തി കേസുകൾ അന്വേഷിക്കുന്നത് PV അൻവറിനെ കുരുക്കാനാണ്. എന്നെ ഇല്ലായ്മ ചെയ്താലും വസ്തുതകൾ നിലനിൽക്കും, ഇനിയെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ അൻവർ പൊളിറ്റിക്കൽ ചോദ്യത്തിന് ഉത്തരമില്ലെന്നറിയിച്ച് ഒഴിഞ്ഞുമാറി. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഒരട്ടിമറിയും നടക്കില്ല. DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ADGPയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് 2 ദിവസത്തിനകം അൻവർ രേഖാമൂലം പരാതി നൽകും. നേരത്തെ അജിത് കുമാറിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റാതെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. നിലവിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. 24 മലപ്പുറം. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.